ലോകം എന്ന് അവസാനിക്കുമെന്നത് ശാസ്ത്രലോകം ഇപ്പോഴും ഉത്തരം തേടുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഐസക് ന്യൂട്ടൻ ഉൾപ്പെടെ ലോകാവസാനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും സ്ഥിരീകരണമുണ്ടായിട്ടില്ല. എന്നാൽ ലോകം ഉടൻ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഓർമത്സ്യം തീരത്തടിഞ്ഞതോടെയാണ് ലോകാവസാനം സംബന്ധിച്ച ആശങ്കകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത്. മെക്സിക്കൻ തീരത്തായിരുന്നു ഓർമത്സ്യത്തെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു. ഓർമത്സ്യം കരയ്ക്കെത്തിയാൽ വലിയ ദുരന്തം സംഭവിക്കുമെന്നാണ് ചില ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസം. മെക്സിക്കൻ തീരത്ത് ഓർ പ്രത്യക്ഷപ്പെട്ടത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയാണെന്നാണ് ആളുകൾ വിലയിരുത്തുന്നത്. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന കൂറ്റൻ മത്സ്യങ്ങളാണ് ഓർ. എന്നാൽ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മത്സ്യം തീരത്തടിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. 2011 ഫുകുഷിമയിലുണ്ടായ ഭൂകമ്പമാണ് ഇതിന് കാരണം. ഈ ദുരന്തത്തിന് മുന്നോടിയായും 1 ഡസനോളം ഓർമത്സ്യങ്ങൾ ജപ്പാന്റെ തീരത്ത് അടിഞ്ഞിരുന്നു. അന്നുണ്ടായ ഭൂചലനത്തിൽ 15,000-ലധികം ആളുകൾക്കായിരുന്നു ജീവൻ നഷ്ടമായത്. ജാപ്പനീസ് ഭാഷയിൽ നൊമാസു എന്നാണ് ഓർമത്സ്യങ്ങളുടെ വിളിപ്പേര്. കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിലെ ദൂതനെന്നാണ് അർത്ഥം. ഭൂമിയിലെ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ളവയാണ് ഈ മത്സ്യങ്ങൾ. വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചിറകുമുള്ള ഓർമത്സ്യങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 660 മുതൽ 3280 അടി വരെ താഴ്ചയിലാണ് വസിക്കുക. അതുകൊണ്ട് തന്നെ ഇവയെ പുറമേക്ക് കാണാറില്ല. എന്നാൽ ഓർമത്സ്യം തീരത്തടിഞ്ഞതും ഇതിന് പിന്നാലെ ലോകാവസാനവുമായി ബന്ധപ്പെട്ടുയർന്ന അനാവശ്യമായ ഊഹാപോഹങ്ങളെയും തള്ളുകയാണ് മറൈൻ ബയോളജിസ്റ്റുകൾ. അതേസമയം തന്നെ മുമ്പത്തേതുപോലെ അത്ര സുഖകരമല്ല കടലിനടിയിലെ കാര്യങ്ങളെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു. കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളുടെ സൂചന കടൽ നൽകി തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. ഓർമത്സ്യം പ്രത്യക്ഷപ്പെട്ടതും ഈ സൂചനയാണ് നൽകുന്നതെന്നും ഇവർ ഉറപ്പിക്കുന്നു.